ഹലോ, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? ഇവിടെ ഞങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണ് കേട്ടോ. അപ്പോൾ ഒരു ഞായറാഴ്ച എടുത്തിട്ടുണ്ടായിരുന്ന വീഡിയോ ആണ് കേട്ടോ. കുറേയൊന്നും ഇല്ല, കുറച്ച് ഇങ്ങനെ വീഡിയോസ് എടുത്ത് ഞാൻ ഇടാമെന്ന് വിചാരിച്ചേ. അപ്പോൾ തലേന്ന് രാത്രി നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് ദിവസമായിട്ട് ഭയങ്കര ചൂടായിരുന്നു. അപ്പോൾ ഇന്നലെ രാത്രി ഇങ്ങനെ മഴ പെയ്തപ്പോഴത്തേക്കും നല്ലൊരു തണുപ്പ്, രാവിലെ എണീക്കുമ്പോൾ നല്ലൊരു രസം ഉണ്ടായിരുന്നു കേട്ടോ ഈ ക്ലൈമറ്റ്. അപ്പോൾ ഇന്നൊരു 8-8:30 ആയി കാണും കേട്ടോ. അപ്പോൾ നമ്മൾ അമ്പലത്തിലേക്കൊന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. മിക്കവാറും ആഴ്ചയിൽ ഒരു ദിവസം നമ്മൾ 3 പേരും കൂടെ അമ്പലത്തിൽ പോക്കുണ്ടാവും കേട്ടോ. അപ്പോൾ ഇന്ന് അവിടെ അമ്പലത്തിൽ കൊടിയേറ്റും കൂടെയാണ് ശിവക്ഷേത്രത്തിൽ. അപ്പോൾ അന്ന് അങ്ങോട്ട് തന്നെ പോകാമെന്ന് വിചാരിച്ചു. രാവിലെ അല്ല കേട്ടോ, രാത്രിയാണ് കൊടിയേറ്റ് ഉണ്ടാവുക. പക്ഷേ നമ്മളിന്ന് രാവിലെ പോയിട്ട് വരാമെന്നും പറഞ്ഞ് അങ്ങനെ ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഈ പൂവൊക്കെ ഇങ്ങനെ പൂത്തിക്കണാണെങ്കിൽ എന്തെങ്കിലും എന്തോ ഒരു പ്രത്യേക ഭംഗിയൊക്കെ തോന്നിയേ. അങ്ങനെ അടുത്ത് തന്നെയാണ് കേട്ടോ നമ്മുടെ അമ്പലത്തിലെത്തിയിട്ടുണ്ട്. ഈ സ്കൂളിലാണ് കേട്ടോ ശ്രീയേട്ടൻ പഠിച്ചത്. അതുകൊണ്ട് തന്നെ അമ്പലത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെ ഓരോ വിശേഷങ്ങൾ എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടാവും കേട്ടോ. ഉത്സവമായതുകൊണ്ട് അമ്പലം പോയി പ്രാർത്ഥിച്ച് പ്രസാദമൊക്കെ മേടിച്ചേട്ടാ. ഒരുപാട് നേരം നിന്നില്ല. പിന്നെ അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയേ. രാവിലെ ഭക്ഷണമൊന്നും കഴിക്കാത്തതുകൊണ്ട് കുഞ്ഞ് വിശക്കുന്നെന്ന് പറയാൻ തുടങ്ങിയിട്ടാ. അപ്പോൾ അതിൽ നിന്നൊരു പഴം എടുത്ത് കൊടുത്തു. എങ്കിലും ആൾക്കത് ഇതായില്ല കേട്ടോ. അപ്പം നമ്മൾ തലേന്ന് ചിക്കൻ കറി വെച്ചതുണ്ടായിരുന്നേ. അപ്പോൾ കൂടെ നമുക്ക് ഇടിയപ്പം കഴിക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇടിയപ്പം വാങ്ങിക്കാനാണ് കേട്ടോ പോണത്. എൻ്റെ അടുത്ത് ഇടിയപ്പം പിഴിയണ ഇതില്ല കേട്ടോ, അതുകൊണ്ട് ഇടിയപ്പം ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എപ്പോഴെങ്കിലും ഇങ്ങനെ കഴിക്കണം എന്ന് തോന്നുമ്പോൾ വാങ്ങിക്കാറാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ അതേ ദായിദൂസ് പത്രിക്കട എന്ന് പറഞ്ഞിട്ടുള്ള ഈ കടയിലാണ് കേട്ടോ വാങ്ങിക്കാൻ വന്ന്. അവിടെ കുറച്ച് ചേച്ചിമാരൊക്കെ കൂടെയാണ് തോന്നുന്നത് നടത്തുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇവിടെ നിന്ന്. ശ്രീയേട്ടനാണ് ഈ സാധാരണ വാങ്ങിച്ചിട്ട് വരാറ്. അപ്പോൾ ഇന്നാണ് കേട്ടോ ഞാനും കൂടെ വന്നേക്കണത്. അപ്പോൾ അവിടെ നിന്ന് ഇടിയപ്പവും മേടിച്ചിട്ട് നമ്മൾ വീട്ടിലേക്ക് വന്നു കേട്ടോ. അപ്പോൾ ഇവിടെ എത്തിയപ്പോഴാണ് ഓർത്തത് ചായക്കുള്ള പാലില്ലായിരുന്നു കേട്ടോ, പാല് വാങ്ങിച്ചില്ലായിരുന്നു. അപ്പോൾ നമ്മളിവിടെ ഇറക്കി വിട്ടിട്ട് ചേട്ടൻ പാല് വാങ്ങിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് പോയിട്ടാ. അപ്പോൾ കൂടെ കൊണ്ടുപോകാത്തതിൻ്റെ ഒരു സങ്കടത്തിലാണ് ഇയാളിവിടെ നിൽക്കണത്, എന്നെ കൊണ്ടുപോയില്ല എന്നും പറഞ്ഞിട്ട്. പിന്നെ നമ്മൾ ഇടിയപ്പമൊക്കെ നല്ല അടിപൊളിയുണ്ട്. ഇങ്ങനെ നൂല് പോലെയുള്ള ഇടിയപ്പമാണ്, നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ചേട്ടൻ വന്നപ്പോഴത്തേക്കും നമ്മൾ ചായക്കുള്ള പാല് വെച്ചിട്ടുണ്ട്. പിന്നെ ചിക്കൻ കറി ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. മോള് രാവിലെ പാലാണ് കേട്ടോ കുടിക്കാറുള്ളത്, ചേട്ടന് ബൂസ്റ്റും. പിന്നെ എനിക്ക് അങ്ങനെ നിർബന്ധമില്ല കേട്ടോ. അപ്പോൾ ഞാൻ ചായയും കാപ്പിയും ഒന്നും അങ്ങനെ കുടിക്കലില്ല, വല്ലപ്പോഴൊക്കെ ഇങ്ങനെ തോന്നുമ്പോൾ കുടിക്കും കേട്ടോ. അപ്പോൾ ഞാനൊരു ചായയാണ് എടുത്തിരിക്കുന്നത്. ഇന്ന് അവൾ തന്നെ വാരി കഴിച്ചോളാമെന്നും പറഞ്ഞിട്ട് അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനും ഒപ്പം തന്നെ ഇരുന്നേ കഴിക്കാൻ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം ഇരുന്നിട്ട് ചേട്ടൻ മാർക്കറ്റിൽ പോയിട്ട് മീൻ മേടിച്ചുകൊണ്ട് വന്നിട്ടോ. അപ്പോൾ കുറേ നാളായി കരിമീൻ വാങ്ങിച്ചിട്ട്. നല്ല ഫ്രഷായിട്ട് കിട്ടിയപ്പോൾ വാങ്ങിച്ചുകൊണ്ട് വന്നതാണ് കേട്ടോ എന്ന് പറഞ്ഞ്. വാങ്ങിച്ചപ്പോൾ ജീവനുണ്ടായിരുന്നു എന്ന് പറഞ്ഞ്, പക്ഷേ ഇപ്പം ഇല്ല കേട്ടോ. നല്ല പച്ച മീനായിരുന്നേ. അപ്പോൾ ഇത് നമുക്ക് വെട്ടിത്തേച്ച് കഴുകിയിട്ട് തിളപ്പിക്കാം കേട്ടോ. വിനീഗർ ഒഴിച്ചിട്ട് തിളപ്പിച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കുമേ. ഞാൻ എപ്പോഴും അങ്ങനെ ഉണ്ടാക്കാറില്ല കേട്ടോ. ഈ കറിയെ ഞാനിവിടെ വന്നിട്ടാണ് കേട്ടോ ആദ്യമായിട്ട് കഴിക്കണതും. അപ്പോൾ വിനീഗർ ഒഴിച്ചിട്ടൊക്കെ ആദ്യം മീൻ കറി ഉണ്ടാക്കുമോയെന്ന് എനിക്ക് വലിയ സംശയമായിരുന്നു കേട്ടോ, എങ്ങനെ അത് ഉണ്ടാക്കണമെന്ന്. പക്ഷേ കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. നല്ല ചൂട് ചോറിൻ്റെ കൂടെ ഫ്രഷായിട്ടുള്ള മീൻ കിട്ടുമ്പോൾ അത് ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ ഞാനിതിൻ്റെ റെസിപ്പി വീഡിയോ ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ, വേണമെങ്കിൽ അതൊന്നും കണ്ടു നോക്കണേ. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ കേട്ടോ, വേറെ കറികളൊന്നും ഉണ്ടാക്കാനൊന്നുമില്ല. ഇതുണ്ടാക്കിയിട്ട് നമ്മളെല്ലാവരും കൂടെ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചേട്ടാ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വിശേഷങ്ങൾ. വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.